തോന്നുന്നു ഏതൊരു വർക്കിംഗ് വുമനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് കിച്ചൺ മാനേജ്മെൻറ്റ്, ഹോം മേക്കിംഗ് കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വയ്ക്കാൻ. പ്ലസ് വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ. ഓഫീസിൽ നിന്ന് വന്നിട്ട് രാത്രി കയറി പിന്നെയും അടുക്കള പണി ചെയ്യാൻ ആരും ആഗ്രഹിക്കത്തില്ല. So in this video, I'm going to share how I managed to cook the whole day meal in 1.5 hours. പിള്ളേര് രാവിലെ എണീക്കുന്ന മുമ്പ് തന്നെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന മുമ്പ് തന്നെ നമ്മുടെ അടുക്കള പണി എങ്ങനെയാണ് ഫിനിഷ് ആക്കുക, അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്രെപ്പും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ ഞാൻ രാവിലെ എണീറ്റ് തന്നെ പുറത്ത് കാഴ്ചകൾ കഴിഞ്ഞ് കുറച്ചൊരു മീ ടൈമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയതാണ്. അപ്പം കിച്ചണിലടുത്ത് തന്നെ എൻ്റെ ലോണ്ട്രി വരുന്നുണ്ട്. ലോണ്ട്രിയുടെ കാര്യം തീർത്തിട്ടാണ് ഞാൻ കിച്ചണിൽ കയറാം. ആസ് ഇൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് സൈഡ് ബൈ സൈഡ് നമുക്കത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ വന്ന ഉടനെ ടൈം എടുക്കുന്ന സംഭവങ്ങൾ, അതായത് ചോറ് വേവിക്കാനും പിന്നെ എന്താണ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് ദാലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാല് വേവിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോർണിംഗ് കോഫി ഒരു ചായ കുടിക്കുന്ന മുമ്പ് തന്നെ ആ ഒരു 2 സംഭവം വെച്ചിട്ട് പോകും. അപ്പോൾ തിരിച്ച് ചായ കുടിച്ചിട്ട് ഒന്ന് റിലാക്സായി വരുമ്പോഴത്തേക്ക് ചോറും വെന്ത് കിട്ടും, പ്ലസ് നമ്മുടെ ദാലും വെന്ത് കിട്ടും. പിന്നെ അത് താളിച്ചാൽ മതി. അപ്പോൾ സെപ്പറേറ്റ് കറിക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ടൈം മാറ്റി വെക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ ഒരു ഐസ് വെച്ചിട്ട് കണ്ടല്ലോ, ഞാൻ വെള്ളത്തിലാണ് ചിക്കൻ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഐസ് ഒന്നും കംപ്ലീറ്റ്ലി മെൽറ്റായി പോവും, അധികം സമയം എടുക്കത്തുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ചിക്കൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യും കേട്ടോ. ഇന്നത്തെ മീൽ പ്ലാനിങ് പ്രകാരം വരുന്നത് ലഞ്ചിന് ചോറും ദാൽ തഡ്ക്കയും പിന്നെ വെണ്ടക്ക തോരനും ചിക്കൻ പൊരിച്ചതാണ്. എന്നിട്ട് രാത്രി നമ്മൾ എടുക്കുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഗ്രേവിയാണ്. അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മുമ്പ് തന്നെ ഇത് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്നും സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം ഒന്നും മസാല ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഉപ്പും മഞ്ഞളിട്ടിട്ട് വെണ്ടയ്ക്ക വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ദാലായതുകൊണ്ട് ഓൾറെഡി വേവിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് വർക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു ടൈം എടുക്കുന്ന സംഭവങ്ങൾ കുക്കറിൽ വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ആവശ്യം കിച്ചണിൽ ഇല്ലാത്ത സംഭവങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് വലിയ വർക്കായിട്ട് തോന്നത്തില്ല. അപ്പോഴത്തേക്കും പറഞ്ഞ മാതിരി ചിക്കൻ്റെ ഐസ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ചിക്കന്. ജസ്റ്റ് ബേസിക് മസാലാസ് വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് വേവിച്ച് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിവിടെ ഉള്ളത് ചിക്കൻ പൊരിക്കാനും പിന്നെ വന്നിട്ട് ദാൽ താളിക്കാനും മാത്രമാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ദാൽ തഡ്ക്കയാണ്. ദാൽ തഡ്ക്ക അറിയാലോ, പല രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ദാൽ തഡ്ക്കയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ ഹോൾ സ്പൈസസ് ഒക്കെ ഇടുന്ന മുമ്പ് തന്നെ ഉണ്ടല്ലോ കുറച്ച് അധികം വെളുത്തുള്ളിയും റെഡ് ചില്ലിയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ചതച്ചെടുക്കണം. നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ടിട്ട് എന്നിട്ട് കുറച്ച് സവോള, തക്കാളി, ബേസിക് മസാലാസ് ഇട്ടിട്ട് തഡ്ക്ക കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ വേവിച്ച് ദാലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ ഉണ്ടല്ലോ നേരത്തെ ഞാൻ ആ ഒരു റോസ്റ്റ് ചെയ്ത് എടുത്ത ഗാർലിക്കും ചില്ലിയും അല്ലേ, അത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ചെയ്യാത്തവർ ഈ ഒരു റെസിപ്പി എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സും പിന്നെ കസൂരി മേത്തിയും ഒരു ടീസ്പൂൺ ഗീ ഇട്ട് കഴിഞ്ഞാൽ ദാൽ തഡ്ക്ക റെഡി ആയിട്ടുണ്ട്. ചോറ് ഓൾറെഡി വേവിച്ച് കഴിഞ്ഞു. സൈഡിൽ ചിക്കനും ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇറ്റ് വിൽ ഹാർഡ്ലി ടേക്ക് 40-45 മിനിറ്റ്സ്, അത്ര എടുക്കുള്ളൂ. അത്ര പോലും എടുക്കത്തില്ല നമ്മൾ പ്രോപ്പർലി ഇങ്ങനെ മീൽ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഡിന്നറിന് ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണ്. ഒലിവ് ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗീയിലും ചെയ്യാം. ഗീയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഗീയോ ഒലിവ് ഓയിലോ വാട്ട് എവർ യു പ്രിഫർ എടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് പിന്നെ സവോള, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മിക്സി ജാറിൽ തൈരും തൊലി കളഞ്ഞ ആൽമണ്ടും പിന്നെ വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ബേസിക് ആയിട്ടുള്ള മസാലാസ്, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കനും ഇട്ട് വേവിക്കുക.
അപ്പം ആ ഒരു ടൈമിൽ ചിക്കൻ ചെറിയ ചെറിയ പീസസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് വേവിക്കാൻ അത്ര സമയം എടുക്കത്തില്ല, എളുപ്പത്തിൽ കുക്കിംഗ് കഴിയുകയും ചെയ്യും. ഏത് കറിക്ക് ചിക്കൻ എടുത്താലും നമ്മൾ ചെറിയ ചെറിയ പീസാക്കുമ്പോൾ കറിയിലെ ടേസ്റ്റും കൂടും, ചിക്കൻ്റെ ഉള്ളിലെ ഫ്ലേവറും ഉണ്ടാവും. വലിയ പീസാകുമ്പോൾ ചിക്കൻ ഒരുമാതിരി മാംസത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ വരുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വർക്കും കഴിയും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കസൂരി മെത്തി ഇട്ടാൽ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഡിന്നർ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, റൊട്ടി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അറൗണ്ട് 9 o'clock മുമ്പ് തന്നെ എൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഈ റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റ് ലെഫ്റ്റ് ഓവറായിട്ടുണ്ടായിരുന്നു. ദോശ ബാറ്റർ എടുക്കുകയാണെങ്കിൽ 2-3 days വരെ പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ മീൽ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിള്ളേർ എണീക്കുന്ന മുമ്പ് നമ്മുടെ എല്ലാ പണിയും കഴിയും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ.